എല്ലാവർക്കും അഡ്വാൻസ് ഈദ് മുബാറക് ഗൈസ്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോണ ലുക്ക് എന്ന് പറയുന്നത് ഈദ് മേക്കപ്പ് ലുക്ക് അണ്ടർ 500. സീരിയസ്ലി ഗൈസ്, 500 രൂപയിൽ താഴെ വരുന്ന പ്രൊഡക്ട്സ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ലുക്ക് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സിമ്പിൾ ഹമ്പിൾ ആയിട്ട് ചെയ്യാം, ഒറ്റയ്ക്ക് തന്നെ ചെയ്യാം, ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ. പക്ഷെ ലുക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും ചോദിക്കും മേക്കപ്പ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്തതാണോ. മെനക്കേടൊന്നും ഇല്ലാന്നേ, സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. അപ്പൊ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ കാണാം. ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് മിസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുഷ്പലതി ചേച്ചി ചെയ്തു കൊടുത്ത മേക്കപ്പ് പോലെ ഉണ്ടാവും. ഓവർ ആയോ എന്നല്ല, പട്ടി ഷോ ആണെന്ന് എല്ലാവരും പറയും ഗൈസ്. സോ ലെറ്റ്സ് ഗോ. അപ്പൊ ആദ്യം തന്നെ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത് എൻ്റെ ഔട്ട്ഫിറ്റ് ആണ്. ആ ഒരു യെല്ലോ എന്താണെന്ന് അറിയില്ല, എപ്പോൾ ഷോപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാലും ഞാൻ ആ കളറിൽ ചെന്ന് വീഴും ഗൈസ്. ഭയങ്കര അഡിക്റ്റഡ് ആണ് ആ കളറ്. പർപ്പിള് അങ്ങനത്തെ കളേഴ്സിലൊക്കെ ഞാൻ ഭയങ്കര അഡിക്റ്റഡ് ആണ്. അതുകൊണ്ട് എപ്പോൾ ഷോപ്പിംഗ് ചെയ്താലും ആ ഫസ്റ്റിലെ തന്നെ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ എത്രയൊക്കെ ഫേസ് ക്ലെൻസ് ആയിട്ട് ഇരിക്കുകയാണെന്ന് പറഞ്ഞാലും ഒന്നുകൂടി പോയിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് വരിക, നല്ലോണം ക്ലെൻസ് ചെയ്തിട്ട് വരിക. എന്നിട്ട് ഞാനിവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത് പോൺസിന്റെ മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഒരു ബേസ് ക്രീം ആണ്. എല്ലാ പ്രൊഡക്ട്സിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻഡായിട്ടും ടാഗ് ചെയ്തിട്ടും കൊടുത്തേക്കാം. ടാഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിരിക്കും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി. നെക്സ്റ്റ് ആയിട്ട് മാക്കിന്റെ ഫൗണ്ടേഷൻ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുമ്പോൾ ചൂസ് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, സെയിം ഷെയ്ഡ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാട്ടോ. അവിടെ മിറർ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുനിഞ്ഞു പോകുന്നത്. ഓരോന്നിന്റെയും പ്രൈസ് നമുക്ക് അങ്ങനെ എടുത്തു പറയാൻ പറ്റില്ല, കാരണം ഓരോരുത്തരും മേടിക്കുന്ന ഷോപ്പിനനുസരിച്ചിട്ടും പ്ലാറ്റ്ഫോമിനനുസരിച്ചിട്ടും പ്രൈസിൽ ചെറിയ ഡിഫറൻസ് ഒക്കെ വരും കേട്ടോ. എന്തായാലും 500 ബിലോ ആണ് ഇതിലെ എല്ലാ പ്രൊഡക്ട്സും. പ്രൈമർ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അതിന് പകരം പോൺസിന്റെ ആ ഒരു മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ബേസ് ക്രീം ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിന്റെ പുറമെയാണ് ഈ ഒരു മാക്കിന്റെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. കളർ കറക്ഷൻ ഒന്നും ചെയ്യാൻ നിൽക്കുന്നില്ല കേട്ടോ, കാരണം ഓൾറെഡി ഒരു ബേസ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തോണ്ട് തന്നെ എന്തെങ്കിലും അൺഈവൻ സ്കിൻ ടോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പുറമെ ഫൗണ്ടേഷൻ ഇട്ടപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ കളർ കറക്റ്ററൊന്നും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട കേട്ടോ. ഇനി നേരെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഐ ഷേഡോ ആണ്. ഇതിന്റെ പാലറ്റ് പറയുമ്പോൾ ഭയങ്കര പിഗ്മെന്റഡ് ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള പാലറ്റ് ആണ് ഇത്. നിങ്ങളിപ്പോൾ ഇതിന് ഇടുന്നത് ഏത് കളർ ആയിക്കോട്ടെ, ഏത് കളർ ഔട്ട്ഫിറ്റ് ആയിക്കോട്ടെ, അതിന്റെ കൂടെ ഈ ഒരു ഷെയ്ഡ് കൊടുക്കാം കേട്ടോ. അപ്പൊ നല്ല കോൺട്രാസ്റ്റിംഗ് ആയിട്ട്. ഇനിയിപ്പോൾ പിങ്ക് ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഷെയ്ഡ് കൊടുത്തോ, അതിനൊട്ടും തന്നെ ബോർ ആവില്ല. പിന്നെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതിലൊരു മടിയും കാണിക്കരുത്, അല്ലെങ്കിൽ ഭയങ്കര ബോറായിരിക്കും കാണാൻ വേണ്ടി. നല്ല രീതിക്ക് കൈ വെച്ചിട്ടോ ബ്രഷ് ചെയ്തിട്ടോ ബ്രഷ് എടുത്തിട്ടോ ഒക്കെ നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഐ കോർണറിന്റെ ആ താഴെ ഒരു സൈഡില്ലേ നമ്മള് കാജലൊക്കെ ഇടുന്ന ആ ഒരു സൈഡ്, അവിടെയും കൂടി ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഏത് ഷെയ്ഡാണോ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ആ സെയിം ഷെയ്ഡ് തന്നെ അതിൽ ബാലൻസ് വരുമല്ലോ നമ്മുടെ ഫിംഗറിൽ, അത് ജസ്റ്റ് ഒന്ന് അവിടെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഐ ഷെയ്ഡോയുടെ പുറത്ത് എന്ത് ചെയ്തിട്ടുണ്ടെന്ന് അറിയോ, ഞാൻ ജസ്റ്റ് ഒരു ഹൈലൈറ്റിംഗ് ഷെയ്ഡ്, ഒരു വൈറ്റ് ഷെയ്ഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ക്രീസിൽ കൊണ്ടുപോയിട്ട് ആ ഒരു സെൻറ്ററിൽ കൊണ്ടുപോയിട്ട്, അത് മസ്റ്റാണ്, അത് മറക്കരുത്. എന്നിട്ട് ഐലൈനർ അപ്ലൈ ചെയ്ത് കൊടുത്ത്, ലാക്മിയുടെ ഐലൈനറാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ പോൺസിൻ്റെ കോമ്പാക്റ്റ് വെച്ചിട്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ പുറമെ കളേഴ്സ് HD ഒരു ബ്ലഷ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പിങ്ക് ബ്ലഷാണ്. ആൻഡ് ദ ഫൈനൽ ടച്ചപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഞാനിത് റീസെൻ്റ് ആയിട്ട് പർച്ചേസ് ചെയ്തൊരു ലിപ്സ്റ്റിക് ആണ്. ലിപ്സ്റ്റിക് പ്ലസ് ലിപ് ഗ്ലോസ് രണ്ടും കൂടി ഒരുമിച്ച് വരുന്ന ഒരു ലിപ് ഗ്ലോസ് ലിപ്സ്റ്റിക് എന്ന് വേണം പറയാം. അതും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തപ്പോൾ നമ്മുടെ ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ ഗൈസ്, ഇത്രേ ഉള്ളൂ പരിപാടി. ആൻഡ് ഈ ഒരു ഡ്രസ്സാണ് ഞാൻ ഇടാൻ വേണ്ടിയിട്ട് പോണത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്യാനും. ഈ ക്ലോത്ത്, ഈ ടോപ്പിന്റെ ക്ലോത്ത് എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ അയൺ ബോക്സ് ഇല്ലേ, അതിന്റെ ഹീറ്റ് അടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തെങ്കിലും കംപ്ലൈന്റ് വരാൻ ചാൻസ് ഉണ്ട്. അത് പേടിച്ചിട്ട് ഞാൻ സ്ട്രൈറ്റർ വെച്ചിട്ട് തന്നെ അങ്ങ് സെറ്റാക്കി വിടാണ് കേട്ടോ. ആൻഡ് ഈ ഒരു കമ്മൽ വെച്ചിട്ട് ഞാൻ പെയർ ചെയ്യുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ കയ്യിലുള്ള ആക്സസറീസ് വെച്ചിട്ട് പെയർ ചെയ്യുക. ഇങ്ങനത്തെ ഹെവി ഇയറിംഗ് ആണെന്നുണ്ടെങ്കിൽ നെക്ലേസ് യൂസ് ചെയ്യരുത് കേട്ടോ, ഭയങ്കര മണവണാഞ്ചിൽ ലുക്ക് വരും. സോ ഇത്രയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അടിപൊളിയായിട്ട് ലുക്ക് കവർ ചെയ്ത് കിട്ടും. ആൻഡ് ഇങ്ങനത്തെ ഒരു എസ്തെറ്റിക് അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ എത്തനിക് ഡ്രസ്സാണ് നിങ്ങൾ ഇടണമെന്നുണ്ടെങ്കിൽ പോണി ടൈൽ വേണ്ട കേട്ടോ. ഇങ്ങനത്തെ സെന്റർ പാർട്ടീഷൻ എടുത്തിട്ടുള്ള ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. സോ അപ്പോൾ ഈ ഒരു ഇതിന് ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്ത് വെക്കുക.